സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിലെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പണിമുടക്കി. ജീവനക്കാർക്ക് ഹാജർ രേഖപ്പെടുത്താനാകുന്നില്ല. സാങ്കേതിക തകരാറാണെന്നാണ് വിശദീകരണം. സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് സംവിധാനവും ദിവസങ്ങളായി തകരാറിലാണ്. അൽ-അമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുന്നു. തത്സമയം അൽ-അമീൻ, എന്തുപറ്റി പഞ്ചിംഗ് സംവിധാനത്തിന്? സാങ്കേതിക തകരാർ എന്നുള്ളതാണ് സുജയ അധികൃതരുടെ വിശദീകരണം. ഇ ഫയലിംഗ് സംവിധാനം അതിന്റെ മെയിൻ്റനൻസ് അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പണിമുടക്കിലാണ്. ഇന്നലെ കൊണ്ട പ്രശ്നം പരിഹരിക്കും, ഇന്നു മുതൽ അത് ആക്റ്റീവ് ആകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നും അത് ശരിയായിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പഞ്ചിംഗ് സംവിധാനത്തിലും തകരാർ സംഭവിച്ചത് എന്നുള്ളതാണ് പൊതു ഭരണ വകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും ഓഫീസിലെത്തിയ സെക്രട്ടറിയിലെത്തിയ ജീവനക്കാർക്ക് ആർക്കും ഇതുവരെയും ഹാജർ രേഖപ്പെടുത്താനായിട്ടില്ല. പക്ഷേ അധികൃതർ പറയുന്നത് അതിൽ ആശങ്ക വേണ്ട, ജീവനക്കാരുടെ ഹാജർ അത് മാനുവലി രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഈ സ്പാർക്കിലേക്കും അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്കുമൊക്കെ രേഖപ്പെടുത്തും. അതുകൊണ്ട് ആശങ്ക വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. തകരാർ പരിഹരിക്കുന്നതിന് ശ്രമം തുടരുന്നു എന്നുള്ളതും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കെൽട്രോണിനെയും അതുപോലെ തന്നെ NICS-നെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ സാങ്കേതിക വിദഗ്ധരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതയാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വെള്ളിയാഴ്ച മുതൽ ഈ ഓഫീസ് സംവിധാനത്തിന്റെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സെർവർ ഡൗൺ ആയിരുന്നു. ഇന്നത്തോടു കൂടി ആക്റ്റീവ് ആകുമെന്ന് അറിയിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. അത് പരിഹരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനവും ആക്റ്റീവ് ആകുമെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റു ചില സർക്കാർ ഓഫീസുകളിലും പഞ്ചിംഗ് സംവിധാനത്തിൽ തകരാർ വന്നിരുന്നു. അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു വാർഷിക അപ്ഗ്രഡേഷന്റെ ഭാഗമായി നടക്കുന്ന സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അതിൽ ഹാജർ രേഖപ്പെടുത്താനായില്ല എന്ന് കരുതി ജീവനക്കാർ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പൊതുഭരണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സുജയ.